ഹലോ നമസ്കാരം, ഷാനിഫ് ഫൈരൂരാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വർക്കുകൾ, ഒരുപാട് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഷോർട്സൊക്കെ കണ്ട് പരിചയിച്ച സൗഹൃദങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. ഈ അടുത്ത സമയത്ത് പഴയൊരു സ്റ്റോപ്പർ ബാക്ക് ഒരു ഫുട്ബോൾ ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അന്നത്തെ കൗമാരക്കാലത്തിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പിന്നീട് അങ്ങോട്ട് ആഫ്റ്റർ മാരേജ് നമ്മുടെ പ്രായം അങ്ങനെ ആ ഫുട്ബോൾ എന്ന് പറയുന്ന ആ കലാരൂപത്തോട് അതിനെ ഇഷ്ടമാണെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ ഫ്രണ്ട്സുകളിട്ട് കളിക്കുക എന്നല്ലാതെ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു മോഹം ഉപേക്ഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം നാദിർ ഷാ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ച ഒരു പ്ലെയറാണ്, ഗോളിയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ഫുട്ബോൾ ടീമിനെ തന്നെ ഒരു ടീമിനെ ഡെവലപ്മെൻറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ ആ ഒരു ടീം ബെൽറ്റിൽ ജേഴ്സിയൊക്കെ ഞങ്ങൾ പുതുതായി അടുപ്പിച്ച് പുതിയ ഒരു ഫുട്ബോൾ ടീമിനെ ഉണ്ടാക്കിയെടുത്ത് ആദ്യ ടൂർണമെൻറ്റ് ആനക്കാരൻ സ്ട്രൈക്കേഴ്സ് അവരുടെ ടൂർണമെൻറ്റിൽ ആദ്യ കളിക്ക് വേണ്ടി ഇറങ്ങിയിരുന്നു. ആദ്യ ക്വാർട്ടറിൽ പെനാൽറ്റിയിലൂടെ ഞങ്ങൾ ജയിച്ചു. രണ്ടാമത്തെ കളിയിലും നാദിർ ഷാ എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെ അസാധ്യമായ സേവിങ്ങിലൂടെ ജയിച്ചു. സെമിയിലും ഞങ്ങൾ ഇതേപോലെ തന്നെ പെനാൽറ്റിയിലൂടെ പൊന്നാനിയിലെ ഒരു ടീമുമായിട്ട് ഒപ്പത്തിനൊപ്പം കളിച്ചുകൊണ്ട് പെനാൽറ്റിയിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ടോസിൽ ഞങ്ങൾ ഫൈനലിലെത്തി. ഫൈനൽ ഇന്നലെ ആയിരുന്നു. ഫൈനലിൽ യുണൈറ്റഡ് FC ആയിരുന്നു ഓപ്പോസിറ്റ് ടീം. യുണൈറ്റഡ് FCയെ പെനാൽറ്റിയിൽ അസാധ്യമായ ഒരു ഗോൾ സേവ് ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് വിശ്വാസം അർപ്പിച്ച ഗോളി നാദിർ ഷായുടെ ആ ഒറ്റ സേവിങ്ങിൽ വിന്നറായിട്ടുള്ള ഒരു കഥയുണ്ട്. അതിൻ്റെ വീഡിയോയാണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തത്. ഫുട്ബോൾ എന്ന് പറയുന്ന ലഹരി തലക്ക് പിടിച്ചൊരു കലാകാരനാണ് നാദിർ ഷാ. അദ്ദേഹത്തിനൊരു കോൺഫിഡൻസിൽ മാത്രമാണ് ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു ഫുട്ബോൾ ടീമിനെ ജന്മം നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യ ജേഴ്സി അടുപ്പിച്ച് ആദ്യ ടൂർണമെൻറ്റിൽ തന്നെ വിജയിച്ച് വിന്നറായിട്ടുള്ള ആ ഒരു ഫൈനൽ മാമാങ്കം വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. കൂടെ ഫൈനൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദവും ആഘോഷവും.
കായിക പ്രേമികൾക്കൊരു സന്തോഷ വാർത്ത കൂടിയാണ്. മറ്റന്നാൾ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഹാർബർ ഗ്രൗണ്ടിൽ വെച്ച് പൊന്നാനി കോസ്റ്റൽ പോലീസും അഴീക്കൽ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് ഹാർബർ ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഈ മത്സരം വീക്ഷിക്കുവാൻ പൊന്നാനിയിലെ എല്ലാ കായിക പ്രേമികളെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ലഹരിയിൽ അധിഷ്ഠിതമായ ഈ യുവജനതയ്ക്ക് ലഹരിയിൽ നിന്ന് മാറി കായിക ഫുട്ബോളാണ് ലഹരി എന്ന തിരിച്ചറിവിലേക്ക് ഉന്നം നൽകുന്നതാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ്. പൊന്നാനിയിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും ഈ മത്സരം വീക്ഷിക്കുന്നെത്തണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. 40 മിനിറ്റ് നീണ്ടുനിന്ന ഫ്ലവേഴ്സ് ഫെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് യുണൈറ്റഡ് FC ഈ പോരാട്ടം സമനിലയിൽ പിരിഞ്ഞതുകൊണ്ട് ഇനി പെനാൽറ്റിയിലേക്ക്. ഈ ടൂർണമെന്റുമായി സഹകരിച്ച മത്സരം വീക്ഷിക്കാനെത്തിയ എല്ലാ കായിക പ്രേമികൾക്കും സഹകരിച്ച സ്ഥാപനങ്ങൾക്കും മാന്യ വ്യക്തികൾക്കും ആനക്കര സ്ട്രൈക്കേഴ്സിന്റെ ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഹോക്കിയുടെ ജാബിർ തുടങ്ങിയവർ ഇവിടെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹോക്കിയുടെ സഫ്വാൻ ജാബിർ ആ കസേര നല്ലൊരു കൈ കൊടുക്കുക.
ആനക്കാരൻ സ്ട്രൈക്കേഴ്സ് നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി നാദിർഷ ടീം. കുട്യാലി മാസ്റ്റർ സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫിയും റാന്തൽ ചായപ്പീടിക സ്പോൺസർ ചെയ്ത ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള സമ്മാനവും നേടി കടുക് റെസ്റ്റോറൻറ്റിൽ ഞങ്ങളുടെ ഒരു സന്തോഷ നിമിഷം. നാദുവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്ലെയേഴ്സും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഥകൾ പറഞ്ഞ് സൗഹൃദങ്ങൾ പങ്കിട്ട് അടുത്ത ടൂർണമെൻറ്റിൻ്റെ ചർച്ചയും കഴിഞ്ഞ് ട്രോഫിയുമായി നാട്ടിലേക്ക്.